അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവോള ഇടുക. അതിനുശേഷം ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. അതൊന്ന് ഇത്തിരി നേരം വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ക്യാബേജും അതുപോലെ ക്യാപ്സിക്കവും നീളത്തിൽ തന്നെ അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പച്ചക്കറികൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം, അതും പ്രശ്നമില്ല. പക്ഷേ മെയിനായിട്ട് ഇതിനകത്ത് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ആണുള്ളത്. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് മാഗിയുടെ മസാലയാണ്. ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട, മസാലയിലും അതുപോലെ വേറെ സോസിലൊക്കെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം ചേർക്കാം. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് സേഷ്വാൻ്റെ മസാലയാണ്. സേഷ്വാൻ്റെ ആ ഒരു സോസ് അല്ലെങ്കിൽ ചട്നി ആയിട്ട് കിട്ടുമല്ലോ, ആ ഒരു സംഭവമാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ഇത്തിരി ചേർക്കുന്നുണ്ട്, കുറച്ച് കുറവുള്ളതുകൊണ്ട്. പിന്നെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അവസാനമായിട്ട് ഇത്തിരി കുരുമുളകും കൂടെ ചേർക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ ദോശ ബാറ്ററാണ് വേണ്ടത്. അതിലോട്ട് നമ്മൾ ദോശ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഈ മസാല ഇതിൽ സ്പ്രെഡ് ചെയ്യുക. അതിനു മുൻപ് കുറച്ച് ബട്ടറും കൂടെ നന്നായിട്ട് തടവി കൊടുക്കുക ദോശയിൽ. അപ്പം ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിലോട്ട് ഇത്തിരി ചീസും കൂടി ചേർക്കുക. ഇനി ചീസ് ഇടണം എന്നില്ല, ഇപ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ചീസ് ഇടേണ്ട. ഈ ഒരു മസാല മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു മസാല സാധാരണ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരിട്ട് ആ ദോശയിൽ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പം ചീസൊക്കെ ഇട്ട് ദോശ രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ മടക്കിയിട്ട് മുറിച്ചെടുക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു ജിനി ദോശ എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ദോശയായിരിക്കും. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കണം. നല്ല ടേസ്റ്റിയാണിത്.